നമസ്കാരം. ഇന്ന് ഒരു തെന്നാലി രാമൻ കഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പണ്ടുകാലങ്ങളിൽ ചില രാജാക്കന്മാർക്ക് വിദൂഷകന്മാരുണ്ടായിരുന്നു. രാജാക്കന്മാർക്ക് വിനോദം നൽകുക വിദൂഷകൻ്റെ ചുമതലയാണ്. എന്തു പറയാനും വിദൂഷകന് സ്വാതന്ത്ര്യമുണ്ട്. രാജാവിനെ പോലും വിദൂഷകൻ വിമർശിക്കും. മറ്റുള്ളവരുടെ കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ? വിദൂഷകൻ പൊതുവെ ബുദ്ധിശാലിയാണ്. അവൻ്റെ നാവിന് വാളിനേക്കാൾ മൂർച്ചയും ഉണ്ട്. ഭാരതത്തിലെ പല രാജാക്കന്മാരുടെയും വിദ്വൽ സദസ്സിൽ വിദൂഷകന്മാരും അംഗങ്ങളായിരുന്നു. അവരുടെ ഇടയിൽ പ്രമുഖനാണ് തെന്നാലി രാമൻ. വിജയനഗരത്തിലെ ചക്രവർത്തിയായിരുന്ന കൃഷ്ണദേവരായർ. അദ്ദേഹം ക്രിസ്തുവാബ്ദം 1509 മുതൽ 1529 വരെ രാജ്യഭാരം ഏറ്റെടുത്തിരുന്നു. എല്ലാവിധത്തിലും മഹാനായിരുന്നു കൃഷ്ണദേവരായർ. യുദ്ധവീരൻ, പണ്ഡിതൻ, കവി, ഗുണസമ്പന്നൻ, ആ നിലകളിലെല്ലാം അദ്ദേഹം പ്രശസ്തനായിരുന്നു. തെന്നാലി രാമൻ കൃഷ്ണദേവരായരുടെ വിദൂഷകനായിരുന്നു. ഒന്ന് പ്രത്യേകമായിരുന്നു തെന്നാലി രാമൻ്റെ ബുദ്ധിശക്തി. അതുപോലെയായിരുന്നു വാക്സാമർഥ്യവും. നേരം പോക്കുകൾ പറയുക മാത്രമല്ല തെന്നാലി രാമൻ ചെയ്തിരുന്നത്. കുസൃതികളും കുണ്ടാമണ്ടികളും പ്രയോഗിച്ചിരുന്നു. അവയിൽ ചിലതൊക്കെ അല്പം കടന്നവയുമായിരുന്നു. എങ്കിലും അവ ചിലരെ നിലയ്ക്കു നിർത്താൻ സഹായകമായി. സേവ പിടിക്കുന്നവർ, ദുർമോഹികൾ, അഹങ്കാരികൾ മുതലായവ ചിലർ എല്ലാവരും തെന്നാലി രാമനെ ഭയമായിരുന്നു. തെന്നാലി എന്നത് ആന്ധ്രയിലെ ഒരു സ്ഥലമാണ്. തെന്നാലി രാമൻ്റെ മാതാവ് തെന്നാലിക്കാരിയായിരുന്നു. പുത്രൻ ജനിച്ച് 3-ാം നാളിൽ രാമൻ്റെ പിതാവ് മരിച്ചുപോയി. അതിനുശേഷം മാതാവ് തെന്നാലിയിലെ സ്വഗ്രഹത്തിൽ താമസിച്ചു. അങ്ങനെ തെന്നാലി എന്ന സ്ഥലനാമം അവരുടെ പുത്രനാമത്തിൻ്റെ മുന്നിൽ സ്ഥലം പിടിച്ചു. നമുക്ക് അവനെ രാമനെന്ന് വിളിക്കാം. രാമനെന്നാൽ തെന്നാലി രാമൻ എന്നാണ് അർത്ഥം. രാമനെ സംബന്ധിക്കുന്ന കഥകൾ ഒട്ടനവധിയുണ്ട്. എല്ലാം തന്നെ നേരം പോക്കുള്ളവയാണ്. അവയിൽ ചിലത് ഇച്ചിരി കട്ടിയുള്ളതുമാണ്. കുട്ടികൾ ഉത്സാഹത്തോടെ ഉറ്റുനോക്കുന്നു. രാമൻ അവൻ്റേതായ ചില പ്രയോഗങ്ങൾ ക്ലാസ്സിൽ നടത്തുകയാണ്. അധ്യാപകൻ്റെ പേര് ഉപാധ്യായൻ എന്നാണ്. ഉപാധ്യായൻ്റെ ഇരിപ്പിടത്തിലാണ് അവൻ്റെ പ്രയോഗങ്ങൾ. അവ ഫലിക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? അത് സതീർത്ഥന്മാർ ആലോചിച്ചപ്പോഴോ അവരുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിടർന്നു. ഉപാധ്യായൻ വരാനിനിയും കുറേ നേരം പിടിക്കും. എങ്കിലും അദ്ദേഹം ഇരിക്കുന്നിടത്ത് വിരിപ്പുണ്ട്. അദ്ദേഹം വിരിപ്പിലാണ് ഇരിക്കുന്നത്. രാമൻ വിരിപ്പ് അല്പം മാറ്റി വച്ചിരിക്കുന്നു. വിരിപ്പിൻ്റെ സ്ഥാനത്ത് ചീഞ്ഞളിഞ്ഞ പഴം നിരത്തി വെക്കുന്നു. അത് കുറേ കൂടുതലുണ്ട് താനും. ചീഞ്ഞളിഞ്ഞ പഴം മതിയെന്ന് തോന്നിയപ്പോഴോ അതിൻ്റെ പുറത്ത് ഉപാധ്യായനുള്ള വിരിപ്പ് വിരിച്ചു. അപ്പോഴേക്കും ഉപാധ്യായൻ വന്നു കയറി. കുട്ടികൾ എഴുന്നേറ്റ് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. ചിരിക്കാതിരിക്കാൻ അവർ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. പരിശ്രമം പരാജയപ്പെടുമോ എന്നാണ് അവരുടെ ഭയം. ഒന്നും സംശയിക്കാതെ അധ്യാപകൻ സ്വസ്ഥാനത്ത് ചെന്ന് ഒരൊറ്റ ഇരിപ്പ്. ബ്ലും എന്ന ശബ്ദത്തോടെ ചീഞ്ഞളിഞ്ഞ പഴം 4 പാടും തെറിച്ചു. കുട്ടികൾ ചിരിച്ച് മണ്ണ് കപ്പി. ഉപാധ്യായൻ ചാടി എഴുന്നേറ്റു. വസ്ത്രത്തിൻ്റെ പിൻഭാഗത്ത് നോക്കി. അവിടെയെല്ലാം വൃത്തികെട്ട പഴം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കയ്യിലും കാലിലും. അപ്പോൾ അദ്ദേഹം തൻ്റെ പ്രയോഗം നടത്തി. അതായത് രാമനെ പിടിച്ച് അടിയും തുടങ്ങി. രാമനല്ലാതെ മറ്റാരും ഈ തെറ്റ് കാണിക്കില്ല. അദ്ദേഹത്തിനറിയാം. അക്കാര്യം ഉപാധ്യായൻ തീർച്ചയായിരുന്നു. മാപ്പ് രാമൻ പറഞ്ഞു. വേദന നേരം പോക്കായി തോന്നിയില്ല. ഉപാധ്യായൻ മതിയാവുന്നതുവരെ ശിഷ്യനെ അടിച്ചു. എന്നിട്ടൊരൊറ്റ പോക്ക്. കുളിക്കാനായിട്ടും വസ്ത്രം മാറാനായിട്ടും. കരയുന്ന രാമനെ നോക്കി കൂട്ടുകാർ ചിരിച്ചു. എങ്കിലും അവർക്കൊന്നറിയാൻ രാമൻ വീണ്ടും കുസൃതി കാട്ടും. അത് തീർച്ചയാണ്. അവനെ ഉപാധ്യായൻ ശിക്ഷിച്ചു, ശരി തന്നെ. എങ്കിലും അവൻ്റെ ബുദ്ധിശക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവുണ്ട്. അദ്ദേഹം അവൻ്റെ അമ്മാവനെ ചെന്ന് കണ്ടു. രാമൻ നല്ലവണ്ണം പഠിച്ചെന്നിരിക്കട്ടെ, അവൻ ലോകപ്രസിദ്ധനായ പണ്ഡിതനും കവിയുമാകും. അവൻ വിദ്യാഭ്യാസം വേണ്ടെന്ന് വെച്ചാലോ അവൻ കൊള്ളക്കാരനാവും, അദ്ദേഹം അമ്മാവനോട് പറഞ്ഞു. അവൻ്റെ കുസൃതി കുറേ കൂടുതലാണ് അല്ലേ? അമ്മാവൻ തിരിച്ചു ചോദിച്ചു. കൂടുതലെന്ന് പറഞ്ഞാൽ പോരാ, അവനേക്കാൾ
തെറ്റ് കാണിക്കുന്ന കുട്ടികളില്ല എന്നുള്ളതാണ് വാസ്തവം. ഉപാധ്യായൻ അറിയിച്ചു. അവൻ്റെ കുസൃതി മാറ്റാൻ അങ്ങയ്ക്ക് കഴിയില്ലേ? അമ്മാവൻ ആരാഞ്ഞു. നിങ്ങൾക്ക് ഒരു കുരങ്ങിൻ്റെ വികൃതി ഇല്ലാതാക്കാമോ? ആക്കാമെങ്കിൽ ഞാൻ രാമൻ്റെ കുസൃതിയും മാറ്റാം, അധ്യാപകനായ ഉപാധ്യായൻ അമ്മാവനോട് പറഞ്ഞു. ഇത് രാമനെ പറ്റിയുള്ള അവൻ്റെ വിദ്യാഭ്യാസ കാലത്ത് നടന്ന ചില സംഭവ കഥകളാണിത്. ഇത്രയും മാത്രം. നന്ദി, നമസ്കാരം.